ഇതാണ് നമ്മുടെ പ്രാർത്ഥനാ ശ്ലോകം. ഓം ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമ. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പുതിയ ഒരു പ്രാർത്ഥനയും കൂടെ നമ്മൾ ഉൾക്കൊള്ളിക്കുകയാണ്. നമ്മളത് പഠിക്കും. ഇനിയുള്ള ദിവസങ്ങളിൽ അത് റിപ്പീറ്റ് ചെയ്യും. അതാണത്. നവഗ്രഹങ്ങളെ നമ്മൾ സ്തുതിക്കുകയാണ്, അല്ലെങ്കിൽ നവഗ്രഹങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഓം നമ സൂര്യായ സോമായ മംഗളായ ബുധായജ ഗുരുശുക്രശനിഭ്യശ്ച രാഹവേ കേതുവേ നമ. നവഗ്രഹങ്ങളെ നമ്മൾ വന്ദിക്കുന്നു. അതിനുശേഷം നമ്മുടെ രാശിചക്രത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. രാശിചക്രം നമ്മൾ കഴിഞ്ഞ ദിവസം ഓൺലൈനായിട്ട് നമ്മൾ ഒരു ലിങ്ക് ഉപയോഗിച്ച് ഒരാളുടെ ജനന സമയവും ഡേറ്റും സ്ഥലവും വെച്ച് നമ്മൾ രാശിചക്രം കണ്ടുപിടിച്ചു. അപ്പോൾ അതിൻ്റെ ഓരോ ഭാഗങ്ങളെപ്പറ്റി നമ്മൾ വിശദമായിട്ട് നമ്മൾ അനലൈസ് ചെയ്ത് പഠിക്കുകയാണ് അടുത്ത ഈ വരുന്ന ക്ലാസ്സുകളിൽ. അപ്പോൾ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു, വേദത്തിലെ വേദാംഗങ്ങളുണ്ട്. വേദത്തിൻ്റെ ഒരു സബ്ബായിട്ടൊരു ഭാഗം, അതിൽ 6 വേദാംഗങ്ങളുണ്ട്. അതിൽ 6ൽ ഒരു ഭാഗമാണ് ജ്യോതിഷം എന്ന് പറയുന്നത്. അത് വെറുതെ ഒന്ന് ഓർമ്മിപ്പിച്ചെന്നുള്ളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് രാശിചക്രത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എന്താണ് രാശിചക്രം? എങ്ങനെയാണ് രാശിചക്രം നമ്മൾ ഉണ്ടാക്കുന്നത്? രാശിചക്രത്തിലെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ ഈ രാശിചക്രം എന്ന് പറയുന്നത്, നമ്മൾ രാശിചക്രം എപ്പോഴും നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സംഭവം നടക്കുന്ന സമയമാണ്, അല്ലെങ്കിൽ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്ന പോയിൻ്റ് വെച്ചാണ് നമ്മൾ, അല്ലെങ്കിൽ ആ സ്ഥലം, ഇൻസിഡൻറ്റ് നടക്കുന്ന സ്ഥലത്തെ ആശ്രയിച്ചാണ് നമ്മളൊരു ഗ്രഹനില അല്ലെങ്കിൽ രാശിചക്രം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. സംശയമില്ലല്ലോ. നമ്മൾ കണ്ടു എന്താണ്, നമ്മൾ ഓൺലൈനായിട്ട് ഗ്രഹനില എടുത്തപ്പോൾ എന്തൊക്കെയാണ് ഉപയോഗിച്ചത്? നമ്മൾ ഒരാളുടെ സമയം, ഡേറ്റ്, ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്താണ് ഉപയോഗിച്ചത്. പിന്നെ അതിൻ്റെ ടൈം ഉപയോഗിച്ചു. പിന്നെ അതിൻ്റെ സ്ഥലം ഉപയോഗിച്ചു. അപ്പോൾ ഭൂമിയിൽ നമ്മളെല്ലാവരും ജനിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാ സംഭവങ്ങളും നടക്കുന്നത് ഇപ്പോഴത്തെ കാലം വരെ ഭൂമിയിൽ തന്നെയാണ്. ഇനി ഭാവിയിൽ ആ ബഹിരാകാശത്തോ സ്പേസിലോ അല്ലെങ്കിൽ മറ്റ് ഗ്രഹങ്ങളിലൊക്കെ പോയി ആൾക്കാർ ജീവിക്കുന്നൊരു കാലം ഉണ്ടാവും. അപ്പോഴത്തെ എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. തൽക്കാലം ഇപ്പോൾ ഭൂമിയിലാണ് ഓരോ ജനനങ്ങളും അല്ലെങ്കിൽ ഓരോ സംഭവങ്ങളും നടക്കുന്നത്. അപ്പോൾ ഭൂമിയിലെ ഒരു സ്ഥലം, ഒരു ഭൂമധ്യരെ അല്ലെങ്കിൽ അക്ഷാംശം, രേഖാംശത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നമ്മൾ ഗ്രഹനില തയ്യാറാക്കുന്നത്. അപ്പോൾ അതാണ് നമ്മളിവിടെ ഒരു കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് ഒരു ജീവൻ അല്ലെങ്കിൽ ഒരു സംഭവം. അതാണ് ഒരു കേന്ദ്രബിന്ദു പറയുന്നത്. നമ്മൾ ഓം എന്നാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതാണ് ഒരു ഗ്രഹനിലയുടെ സെൻറ്റർ ഓഫ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി അപ്പോൾ നമ്മുടെ ഒരു സ്പേസിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന മിൽക്കി വേ ആണല്ലോ, അതിൻ്റെ പല മിൽക്കി വേ ചേർന്ന ഒരു വലിയൊരു സമൂഹമാണ് നമ്മുടെ ഈ ലോകം എന്ന് പറയുന്നത്. അതിന് എത്രമാത്രം മാനങ്ങളുണ്ട്, എത്രമാത്രം ഗ്രഹങ്ങളുണ്ടെന്നും ഇതുവരെ അനന്തമാണ്. അപ്പോൾ അതാണ് ഒരു വൈറ്റ് സ്പേസിൽ നമ്മളൊരു പോയിന്റ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിവിടെ ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മൾ ഈ പ്രപഞ്ചത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി വലിയൊരു റൗണ്ട് നമ്മൾ വരച്ചു. നമ്മുടെ ഈ കാണുന്ന സ്പേസിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ വലിയൊരു റൗണ്ടും കൂടെ വരച്ചു. ഇപ്പോൾ ഈ റൗണ്ടിൻ്റെ അകത്ത് നമ്മൾ ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളും അല്ലെങ്കിൽ മിൽക്കി വേ, മറ്റ് ഗ്രഹങ്ങളെല്ലാം, അല്ലെങ്കിൽ സൂര്യനെപ്പോലെ സ്വയം ജ്വലിക്കുന്ന ഗോളങ്ങൾ, ഇതെല്ലാം നമ്മൾ ഈ റൗണ്ടിൻ്റെ അകത്ത് സങ്കല്പിക്കുക. അതിൻ്റെ മധ്യത്തിൽ നമ്മൾ ഭൂമി എന്ന് വേണം സങ്കല്പിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ ആരുടെ ജാതകമാണോ നമ്മൾ നോക്കാൻ പോകുന്നത്, ആ ജാതകൻ്റെ സ്ഥലം. ഇപ്പോൾ നമ്മൾ ഒരാളുടെ ജാതകം നോക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ നമ്മുടെ വില്ലേജിലായിരിക്കണമെന്നില്ല, അതല്ലെങ്കിൽ വേറൊരു ജില്ലയിലായിരിക്കാം, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കാം. അപ്പോൾ ആ ജാതകൻ എവിടെ ഇരിക്കുന്നതോ ആ സ്ഥലത്തെയാണ് നടുക്കുള്ള സെൻറ്റർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
ഇനി നമ്മൾ ആ ഒരു രാശിചക്രം വരയ്ക്കുന്നതിന് വേണ്ടി രാശിചക്രം വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ഇവിടെ കാണിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ലൈൻസ് വരച്ച് നമുക്കൊരു രാശിചക്രം നമുക്ക് പൂർണ്ണമായിട്ട് ഇങ്ങനെ വരയ്ക്കാൻ സാധിക്കും. ഇതാണ് ഒരു രാശിചക്രം എന്ന് പറയുന്നത്. ഒരു എംറ്റി ആയിട്ടുള്ള രാശിചക്രം നമ്മൾ വരച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സ്കെയിലും പെൻസിലോ അല്ലെങ്കിൽ ഉപയോഗിച്ച് നമുക്ക് വരയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് എത്ര കോളങ്ങളുണ്ട്? നടുഭാഗം നമ്മൾ കൂട്ടാറില്ല, അല്ലാതെ നമ്മൾ എണ്ണിക്കഴിഞ്ഞാൽ ഇത് മൊത്തം 12 ബോക്സസ് ഉണ്ട്, അല്ലെങ്കിൽ 12 ഹൗസ് എന്ന് പറയും, അല്ലെങ്കിൽ രാശി എന്ന് പറയും. അപ്പോൾ 12 രാശികളുള്ള ഒരു രാശിചക്രമാണ് അതിലാണ് നമ്മൾ ജാതകം അല്ലെങ്കിൽ ഗ്രഹനില അടയാളപ്പെടുത്തുന്നത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടോ? വളരെ സിമ്പിൾ അല്ലേ? നടുക്കത്തെ നമ്മൾ കൂട്ടുന്നില്ല. നടുക്ക് നമ്മൾ അവിടെ നിൽക്കുകയാണെന്ന് സങ്കല്പിക്കുക. ഓക്കെ, അപ്പം നമുക്ക് ചുറ്റും ഉള്ള ഏരിയ, അല്ലെങ്കിൽ നമുക്ക് ചുറ്റും ഒരു റൗണ്ട് വരച്ചാൽ, അല്ലെങ്കിൽ നമ്മളൊരു വലിയൊരു ഗോളത്തിൻ്റെ അകത്താണ് നിൽക്കുന്നത് വിചാരിക്കുക, അല്ല നമ്മൾ വലിയൊരു ബലൂൺ പോലെ ഒരു ഇതിൻ്റെ അകത്ത് നിൽക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു റൗണ്ടിലാണ് നിൽക്കുന്നതെങ്കിൽ, ആ റൗണ്ടിൻ്റെ 360 ഡിഗ്രിയിൽ ഉള്ള ഏരിയയാണ് ഈ 12 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ അല്ലേ? നമുക്ക് ചുറ്റുമുള്ള 360 ഡിഗ്രി നമ്മൾ 12 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഒരു ബോക്സിൻ്റെ അകത്ത് എത്ര ഡിഗ്രി വരും? മൊത്തം 360 ഡിഗ്രിയാണ്. അതിന് നമ്മൾ അതെ, അപ്പോൾ 30 ഡിഗ്രി വീതമുള്ള 12 രാശികളായിട്ട് നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള 360 ഡിഗ്രിയെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള 30 ഡിഗ്രി വീതമുള്ള ഓരോ രാശിയെ പോലെ ഓരോ ഏരിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? രാശി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മളൊരു രാശിചക്രം എന്ന് പറയും. ചക്രത്തിലല്ല ഇരിക്കുന്നത്, ചതുരത്തിലാണ്. സൗകര്യത്തിന് വേണ്ടി നമ്മൾ ചതുരത്തിലാക്കിയതേ ഉള്ളൂ. ഒരു റൗണ്ട് ആകുമ്പോഴത്തേക്ക് നമുക്കതിങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് ബോക്സായിട്ട് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു രാശിചക്രം എന്ന് പറയുമ്പോൾ ചക്രമായിട്ടല്ല ഇരിക്കുന്നത്, ഒരു സ്ക്വയറായിട്ട് തന്നെയാണ് നമ്മൾ സൗകര്യത്തിന് വേണ്ടി നമ്മൾ വരയ്ക്കുന്നത്. എങ്കിലും 360 ഡിഗ്രി വട്ടമാണ് രാശിചക്രം എന്ന് പറയുന്നത്. അതിനെ 12 ആയിട്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെ 30 ഡിഗ്രി വീതമുള്ള 12 ഭാഗങ്ങളിൽ ഒന്നിനെ നമ്മൾ രാശി എന്ന് വിളിക്കുന്നു. ക്ലിയർ അല്ലേ? ഇത്ര ഓക്കെ അല്ലേ? ആ, 30 ഡിഗ്രിയാണ് ഒരു രാശി എന്ന് പറയുന്നത്. ഇനി നമുക്ക് സങ്കല്പിക്കാം, ഇപ്പം ഇവിടെ നമ്മൾ ആകാശത്തിലേക്ക് നോക്കുവാണെങ്കിൽ ഇങ്ങനെ ചന്ദ്രനും സൂര്യനും ഒക്കെ രാവിലെ നിൽക്കുന്നിടത്തായിരിക്കില്ല ഒരു 10 മണിയാകുമ്പോൾ സൂര്യൻ നിൽക്കുന്നത്. അപ്പോൾ സൂര്യൻ ഇങ്ങനെ സഞ്ചരിക്കുന്നതായിട്ട്, ഇങ്ങനെ ക്ലോക്ക് വൈസ് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കാം. സൂര്യൻ ഇങ്ങനെ ക്ലോക്ക് വൈസ് ആയിട്ട് സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളവിടെ നിൽക്കുക, ശരിക്കും ഭൂമിയാണ് കറങ്ങുന്നത്. നമ്മൾ ഭൂമിയിൽ നിൽക്കുന്നതുകൊണ്ട് ബാക്കിയുള്ള ഗ്രഹങ്ങൾ, സൂര്യൻ ഉൾപ്പെടെ എല്ലാം തിരിയുന്നതായിട്ട് നമുക്ക് തോന്നുവാണ്. എങ്കിലും ഭൂമി ഇതിൻ്റെ അകത്തില്ല. നമ്മൾ നവഗ്രഹങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഭൂമിയില്ല. കാര്യം നമ്മൾ ഭൂമിയിൽ ഇരിക്കുന്നതാണ്, നമ്മൾ തന്നെയാണ് ഭൂമിയായിട്ട് ഇവിടെ സങ്കല്പിച്ചിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ ഗ്രഹങ്ങളും പല രീതിയിൽ തന്നെ കറങ്ങുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ സൂര്യൻ ഒരു ദിവസം ഇതിൻ്റെ അകത്ത് സഞ്ചരിക്കുന്നതെന്ന് വെച്ചാൽ 1 ഡിഗ്രിയാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് ഏകദേശം. അപ്പം അതുകൊണ്ട് 1 മാസം കൊണ്ട് സൂര്യൻ ചെയ്യും? ഒരു രാശി
സഞ്ചരിക്കും. ഒരു മാസം കൊണ്ടാണ് സൂര്യൻ ഈ 30 ഡിഗ്രിയുള്ള ഒരു രാശി സഞ്ചരിക്കുന്നത് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് മേടമാസം 1-ാം തീയതി സൂര്യൻ ഇവിടെ ആണെങ്കിൽ ഇടവം ആകുമ്പോൾ സൂര്യൻ എവിടെ വരും? തൊട്ടടുത്ത ബോക്സിൽ 1 ഡിഗ്രിയിൽ വന്ന് നിൽക്കും. 30 ദിവസമാകുമ്പോൾ കുറച്ച് കണക്കിന് അങ്ങോട്ടൊരു ചെറിയ മാറ്റമൊക്കെ ഉണ്ട്, എങ്കിലും ഓരോ മാസവും 30 നമ്മളിങ്ങനെ സങ്കല്പിക്കുകയാണ്. 30 ഡിഗ്രി. അപ്പോൾ അതാണ് അതിൻ്റെ കണക്ക് വരുന്നത്. അപ്പോൾ സൂര്യൻ്റെ കാര്യം മാത്രം നമ്മൾ എടുത്താൽ മതി തൽക്കാലം. അപ്പോൾ സൂര്യൻ ഒരു ദിവസം 1 ഡിഗ്രി ഈ രാശിചക്രത്തിൽ സഞ്ചരിക്കുന്നു. അതായത് 24 മണിക്കൂർ കൊണ്ട് സൂര്യൻ ഈ 360 ഡിഗ്രിയുള്ള രാശിചക്രത്തിൽ 1 ഡിഗ്രി സഞ്ചരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ 365 ദിവസം കൊണ്ട് സൂര്യൻ ഒരു പ്രാവശ്യം എന്ത് ചെയ്യുന്നത്? ഈ രാശിചക്രത്തെ ഫുൾ റൗണ്ട് ചെയ്യുന്നത്. അപ്പം 1 ഡിഗ്രി പ്ലസ് സംതിങ് ഉണ്ട്, ഒരു ഫ്രാക്ഷൻ കൂടെ. അതുകൊണ്ടാണ് 360 അല്ല 365 വരുന്നത്. 365 എന്നൊക്കെ പറയില്ലേ, ലീപ്പ് ഇയർ ആകുമ്പോൾ 366 വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു കണക്കിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ്. അപ്പോൾ ഇതൊരു സൗകര്യത്തിന് വേണ്ടി നമ്മൾ ഈക്വലായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. 30 ഡിഗ്രിയുള്ള ഒരു ചതുരം അല്ലെങ്കിൽ ഒരു രാശി, ഇംഗ്ലീഷിൽ അത് ഹൗസ് എന്നാണ് പറയുന്നത്. ഓരോ ഹൗസ് എന്നാണ് പറയുന്നത്. അപ്പോൾ സൂര്യൻ എന്ത് ചെയ്യുന്നു? ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ 24 മണിക്കൂർ കൊണ്ട് ഈ രാശിചക്രത്തിൽ 1 മണിക്കൂർ ക്ലോക്ക് വൈസായിട്ട് സഞ്ചരിക്കുന്നു. അങ്ങനെ 30 ദിവസം കൊണ്ട് ഒരു രാശി അല്ലെങ്കിൽ 30 ഡിഗ്രി ഉള്ള ഒരു രാശി ഒരു മാസം കൊണ്ട് അല്ലെങ്കിൽ 30 ദിവസം കൊണ്ട് ഒരു രാശി കവർ ചെയ്യുന്നു. എന്നിട്ട് അടുത്ത രാശിയിലേക്ക് കയറുന്നു. അപ്പോൾ അങ്ങനെ ഈ 12 മാസം കൊണ്ട് എന്ത് ചെയ്യും? 12 രാശിയിൽ കൂടെ സൂര്യൻ സഞ്ചരിക്കും. അപ്പോൾ സൂര്യൻ സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ സ്പീഡാണ് അവിടെ വരുന്നത്. സൂര്യൻ ആക്ച്വലി അവിടെ സഞ്ചരിക്കുന്നില്ല, അറിയാമല്ലോ. അപ്പോൾ ഭൂമിയുടെ വേഗതയാണ് ഇതിൻ്റെ ഒരു അളവുകോൽ എന്ന് പറയുന്നത്. അല്ലാണ്ട് സൂര്യൻ സഞ്ചരിക്കുന്നില്ല, അല്ലെങ്കിൽ സൂര്യൻ സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു നമ്മൾ ഭൂമിയിൽ നിൽക്കുന്നതുകൊണ്ട്. അപ്പോൾ അതാണ് ഈ രാശിചക്രത്തിൽ ഗ്രഹങ്ങൾ അല്ലെങ്കിൽ സൂര്യൻ സഞ്ചരിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത്. ഇപ്പോൾ അതുപോലെ തന്നെ മറ്റു പല ഗ്രഹങ്ങളുണ്ട്. നമ്മൾ ആകാശത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കാണാൻ പറ്റുന്ന എന്താണ്? സൂര്യൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു ആകാശ ഗ്രഹം എന്ന് പറയുന്നത്, ഗ്രഹമല്ല, ആകാശത്തുള്ളൊരു ഗോളം എന്ന് പറയുന്നത് ചന്ദ്രനാണ്, അല്ലേ? ചന്ദ്രനും ഇതുപോലെ തന്നെ സഞ്ചരിക്കുന്നു. ചന്ദ്രൻ ഇതുപോലെ സഞ്ചരിക്കുന്നുണ്ട്. ചന്ദ്രൻ്റെ ഒരു സഞ്ചാരം എന്ന് പറയുന്നത് കുറേ കൂടെ വേഗത്തിലാണ്. ചന്ദ്രൻ ഏകദേശം 14-15 ദിവസം കൊണ്ട് രാശിചക്രം കവർ ചെയ്യും. അപ്പം അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ഗ്രഹങ്ങളും ഈ രാശിചക്രത്തെ ഇതുപോലെ ക്ലോക്ക് വൈസിൽ വ്യത്യസ്ത വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അത് നമ്മൾ കുറച്ചുകൂടി താഴോട്ട് ചെല്ലുമ്പോൾ എല്ലാ ഗ്രഹങ്ങളുടെയും കാര്യങ്ങൾ നമ്മൾ പറയാം. ഇപ്പോൾ നമ്മൾ അപ്പോൾ ഓരോ രാശി 12 രാശിയുണ്ട്. 12 രാശിയുണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ സൂര്യൻ്റെ കാര്യം പറഞ്ഞു. 1 ഡിഗ്രി ഒരു ദിവസം സൂര്യൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ സഞ്ചരിക്കുന്നു. അങ്ങനെ 30 ദിവസം കൊണ്ട് ഒരു രാശി കംപ്ലീറ്റ് സഞ്ചരിച്ച് കഴിയുന്നു. അങ്ങനെ 12 രാശിയും 12 മാസം കൊണ്ട് അല്ലെങ്കിൽ 365 ദിവസം കൊണ്ട് ഈ 360 ഡിഗ്രി ചുറ്റുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി.